ഹലോ സ്റ്റുഡൻസ്, നമുക്കിന്ന് +1 മാത്തമാറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റൻസ് ഒക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പം പേജ് നമ്പർ 4 എക്സാമ്പിൾ 5 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എക്സസൈസ് തുടങ്ങുവാണ്. സോ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ചാപ്റ്റർ പഠിച്ചിട്ട് എക്സസൈസുകൾ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: മാച്ച് ഈച്ച് ഓഫ് ദ സെറ്റ് ഓൺ ദ ലെഫ്റ്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ റോസ്റ്റർ ഫോം വിത്ത് ദ സെയിം സെറ്റ് ഓൺ ദ റൈറ്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. സോ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്നത് റോസ്റ്റർ ഫോമിലും റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്നത് സെറ്റ് ബിൽഡർ ഫോമിലുമാണ്. നമ്മൾ ഇത് തമ്മിൽ മാച്ച് ചെയ്യണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു സെറ്റ് തന്നേക്കുവാണ്. അപ്പോൾ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഏത് സെറ്റ് ബിൽഡർ ഫോം ആണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഇതാണ് നമ്മുടെ റോസ്റ്റർ ഫോമിൽ നമുക്ക് ഫസ്റ്റ് ഇതായിട്ട് തന്നേക്കുന്നത്. സോ ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം എന്തുവാ? നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, കണ്ടോ ഇവിടെ ഡി നോക്കിയേ, ഡി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ അവർ എഴുതിയിട്ടുണ്ട് കണ്ടോ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഓഫ് ദ വേർഡ് പ്രിൻസിപ്പിൾ. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇവിടെ പ്രിൻസിപ്പിൾ അല്ലെ, ഏകദേശം പ്രിൻസിപ്പിളിന്റെ ഫുൾ ലെറ്റേഴ്സും ഇല്ല, പക്ഷെ നമുക്ക് മാച്ച് ആയിട്ട് തോന്നുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പൊ ഞാൻ ഇതിന് മാച്ച് ആയിട്ട് ഞാൻ ഇങ്ങനെ എഴുതുവാണ്. ഇതിന്റെ ആൻസർ എത്രയായിരിക്കും? ഇതിന് മാച്ച് ആയിട്ട് വരുന്നത് ഏതാ? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഓഫ് ദ വേർഡ് പ്രിൻസിപ്പിൾ. ഇനി ഇവിടെ നോക്കിയടാ, പ്രിൻസിപ്പിളിന്റെ സ്പെല്ലിങ്ങിൽ ഐ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, പക്ഷെ ഇവിടെ ഐ ഒരെണ്ണേ ഉള്ളൂ അല്ലേ. അതുപോലെ തന്നെ ഇവിടെ പി രണ്ടെണ്ണം ഉണ്ട്, പക്ഷെ ഇവിടെ പി ഒരെണ്ണേ ഉള്ളൂ അല്ലേ. ബാക്കി എല്ലാ ലെറ്റേഴ്സും അത്യാവശ്യം ഉണ്ട്. ഓക്കെ, സോ ഇതെന്തുകൊണ്ടാ? ഇതാണ് നമ്മുടെ സെറ്റിന്റെ ഒരു നെക്സ്റ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റൂള് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. സോ ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു സ്കൂൾ എന്ന് പറഞ്ഞൊരു വേർഡ് എടുത്തിരിക്കുവാണ്. ഇതിനെ എനിക്ക് റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്കിൽ ഞാൻ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ: എനിക്ക് ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇവിടെ എസ് എഴുതാം, സി എഴുതാം, എച്ചും എഴുതാം. പക്ഷെ ഇവിടെ ഓ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതാൻ നേരത്ത് നമുക്ക് ഒരു പ്രാവശ്യം അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. 2 പ്രാവശ്യം ഉള്ള സാധനം നമ്മൾ ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്താൽ മതി. 2ഓ 3ഓ എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ വരുന്ന ഏത് ലെറ്റേഴ്സും നമ്മൾ ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആ എലമെന്റ് ഒരു പ്രാവശ്യം നമുക്ക് മതി. സോ ഓ ഇട്ട് കൊടുത്തു, എൽ ഇട്ട് കൊടുത്തു. ഇതാണ് നമുക്ക് സ്കൂളിന്റെ വേർഡിന് പകരമുള്ള റോസ്റ്റർ ഫോം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം കോമ ഇട്ട് കൊടുത്താൽ നമുക്ക് റോസ്റ്റർ ഫോം ആയി. അതുപോലെ തന്നെ ഇതിന് എനിക്ക് വേണമെങ്കിൽ വേറൊരു രീതിയിലും എഴുതാം. ഈ സ്കൂളിനെ നമുക്ക് വേറൊരു രീതിയിലും എഴുതാം. ഞാൻ ഓർഡർ തെറ്റിച്ച് എഴുതാൻ പോവാ. സോ എച്ച് ആദ്യം എഴുതി, ഒ എഴുതി, എൽ എഴുതി, സി എഴുതി, എസ് എഴുതി. ഇപ്പം ഞാൻ വേറൊരു ഓർഡറിലാണ് എഴുതിയേക്കുന്നത്. സോ ഈ ഓർഡറിൽ എഴുതിയാലും എന്ത് തന്നെയാണ്? അത് സ്കൂളിന്റെ റോസ്റ്റർ ഫോം തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പം ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ല, എലമെന്റ്സ് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. നമ്മൾ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രിൻസിപ്പിളിന് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നോക്കിയേ, പി എഴുതിയിട്ടുണ്ട്, ആർ എഴുതിയിട്ടുണ്ട്, ഐ എഴുതിയിട്ടുണ്ട്, എൻ സി എ എൽ ഒരു വേർഡ് പോലും നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ പ്രിൻസിപ്പിളിന്റെ വേർഡിൽ 2 ലെറ്റേഴ്സ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളത് ഒറ്റ പ്രാവശ്യം എഴുതിയിട്ടുള്ളൂ. അപ്പോൾ പ്രിൻസിപ്പിളിന്റെ വേർഡിന് മാച്ച് ആയിട്ട് വരുന്ന റോസ്റ്റർ ഫോം നമ്മൾ എഴുതി. ഓക്കെ ആണല്ലോ? അങ്ങനെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് അത്യാവശ്യം സിമ്പിൾ ആണ്. എന്തുവാ? സെറ്റ് തന്നേക്ക് നമുക്ക് 0 ആണ്. അപ്പോൾ ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം എന്തുവാ നോക്കിയേ. നമുക്ക് ഇനി എ പാർട്ട് നോക്കാം. എ പാർട്ടിൽ പറഞ്ഞേക്കുന്നത് എ പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് ഇസ് എ ഡിവൈസർ ഓഫ് 18. സോ 0 കിട്ടത്തില്ല. ഡിവൈസർ ഓഫ് 18 എന്ന് പറയുന്നത് എന്തായാലും 0 കിട്ടത്തില്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻറ്റിജർ ആൻഡ് ഒരു ഫോമിലേക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടെ ഒരു ഫോമുല തന്നേക്കുന്നത് 0 കിട്ടുന്ന ടൈപ്പ് ഒരു ഫോമുലയാണ്. നോക്കിയേ, ഈസ് ആൻ ഇൻറ്റിജർ. അപ്പോൾ നോക്കിയേ, എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. അവിടെ പറഞ്ഞേക്കുന്നതാണ് എക്സ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആണ് അല്ലേ. മൂന്നാമത്തെ സി പാർട്ട് പറഞ്ഞേക്കുന്നത് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ ആൻഡ് എക്സ് എന്ന് പറയുന്നത് പിന്നെ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1. എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാ? 0 തന്നെ അല്ലേ. നോക്കിയേ, ഈ ഒരു പോസിറ്റീവ് 1നെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നെഗറ്റീവ് 1 ആവും. സോ എക്സ് ഇസ് ഈക്വൽ ടു 1. ഈ പോസിറ്റീവ് അല്ലേ, അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ -1. സോ എക്സിന്റെ വാല്യൂ എന്തായി? 0 ആയി. അല്ലെങ്കിൽ നമ്മൾ ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും, എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1.
എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ, അതിൻ്റെ കൂട്ടത്തിൽ 1 കൂട്ടാൻ നേരത്ത് 1 തന്നെ കിട്ടണമെങ്കിൽ എക്സ് എന്തുമായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അപ്പം എക്സിൻ്റെ വാല്യൂ ഇവിടെ 0 ആണ്. സോ 0 എന്ന് പറഞ്ഞ ഒരു ഇൻറ്റിജർ ആണ്. അപ്പോൾ നമുക്ക് ഏതാണ് മാച്ച് ആയിട്ട് വരുന്നത്? സി ആണ്. സോ സിയുടെ ആൻസർ ആണ് നമ്മൾ എഴുതേണ്ടത്. ഏതാ? നമുക്ക് എഴുതാം എക്സ് എന്ന് പറയുന്നത് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ ആൻഡ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ ആണല്ലോ? സോ സെക്കൻഡ് പാർട്ടിൻ്റെ ഇതും കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഓരോരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു പോവാണ്. സോ നിങ്ങൾക്ക് എക്സസൈസിൻ്റെ സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാം അല്ലേ? ഈ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തേർഡ് ക്വസ്റ്റിനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റിനകത്ത് ഒരു സെറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ തന്നേക്കുന്നത്? ആ സെറ്റ് ഞാൻ ഇങ്ങോട്ട് എഴുതുവാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സെറ്റ്. സോ ഇതുമായിട്ട് ഈക്വൽ ആയിട്ട് വരുന്ന എന്തുവാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ അവസാനം ഒരു 18 ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എ പാർട്ടിൻ്റെ ആൻസർ ആണ് 18 അല്ലേ? സോ 18 എന്ന് പറഞ്ഞ സാധനം എ പാർട്ടിൽ കിടപ്പുണ്ട്. സോ അതായിരിക്കും. സോ നമുക്ക് അതൊന്ന് നോക്കാം. ആ സെറ്റ് എന്തുവാ എഴുതിയേക്കുന്നത്? എഴുതി വെച്ചേക്കുന്നത് ഇതാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് ഈസ് എ ഡിവൈസർ ഓഫ് 18. 18ന്റെ ഡിവൈസർ ആണ്. അപ്പോൾ ഇനി ഡിവൈസർ എന്ന് വെച്ചാൽ എന്തുവാ? നമുക്ക് 18നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്. സോ 1 വെച്ച് 18 നമുക്ക് ഡിവൈഡ് ചെയ്യാമല്ലോ. 18 ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അല്ലേ? 18 ഡിവൈഡ് ബൈ, സോ ഇവിടെ 18 കിട്ടും. നമുക്ക് ആൻസർ 0 കിട്ടും. റിമൈൻഡർ 0 കിട്ടുന്നതാണ് ഡിവൈസർ എന്ന് പറയുന്നത്. സോ നമുക്ക് അത് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടും? 0 കിട്ടും. ഇതിൻ്റെ റിമൈൻഡർ എന്ത് കിട്ടും? 0 കിട്ടും. സോ നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് റിമൈൻഡർ 0 കിട്ടും അല്ലേ? അങ്ങനത്തെ നമ്പേഴ്സ് അല്ലേ ഇത്? സോ ഇവിടെ പറയുന്ന അനുസരിച്ചിട്ട് എക്സ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. കറക്റ്റ് അല്ലേ? എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. അതുപോലെ തന്നെ ആൻഡ് ഇസ് എ ഡിവൈസർ ഓഫ് 18. സോ ഡിവൈസർ ഓഫ് 18 ആണ്. കാരണം ഈ നമ്പേഴ്സ് എല്ലാം വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ 0 കിട്ടും അല്ലേ? സോ നമുക്ക് ഇതിൻ്റെ മാച്ച് ആയിട്ടുള്ള സാധനം കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം. സോ അവസാനം 18 വരുന്നു. സോ അല്ലെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ വേർഡിൽ തന്നെ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് പ്രിൻസിപ്പളിൻ്റെ വേർഡിൽ തന്നെ ഉണ്ട്. സെറ്റ് ബിൽഡർ ഫോം സെയിം തന്നെയാണ്. ഞാനൊന്ന് ചെക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായിരുന്നു? അങ്ങനെ എല്ലാം മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് മാച്ച് ഫോളോയിങ് സിമ്പിൾ ആണ്. ഓക്കെ, ഇനിയിപ്പം അടുത്തൊരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നമുക്ക് സെറ്റ് തന്നേക്കുന്നത് ഇങ്ങനെയാണ്, 3യും -3യും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഇത്രേ ഉള്ളൂ. സച്ച് ദാറ്റ് എന്താ നമുക്ക് എഴുതിയേക്കുന്നത്? ഈസ് ആൻ ഇൻറ്റിജർ. ഓക്കെ, എല്ലാം ഇൻറ്റിജർ തന്നെയാണ് അല്ലേ? ഓക്കെ, സോ ഇൻറ്റിജർ ആൻഡ് ഇവിടെ ഇക്വേഷൻ പറയുന്നുണ്ട് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് -9 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഇവിടെ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മാത്രം എടുത്ത് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇക്വേഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് സോൾവ് ചെയ്ത് മാത്രം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. ഈ ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് ഇതിൻ്റെ ആൻസർ ആണെന്ന്. അപ്പോൾ നോക്കിയേ, എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് -9 ആണ്. സോ എക്സ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? ഈ -9നെ നമുക്ക് ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്തായിട്ട് മാറും? നെഗറ്റീവ് ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പോസിറ്റീവ് 9 ആവും. സോ 9 ആവും. ഇനി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? √9 അല്ലേ? √9 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തൊക്കെയായിരിക്കും? ഒന്നെങ്കിൽ അത് 3 ആവാം അല്ലേ? 3യുടെ സ്ക്വയർ എത്രയാ? 9 ആണ്. അല്ലെങ്കിൽ അതെന്തായിട്ട് മാറാം? -3 ആകാം. -3യുടെ സ്ക്വയറും എത്ര തന്നെയാണ്? +9 അല്ലേ? അപ്പോൾ ഈ രണ്ട് ആൻസർ വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ആൻസർ കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതിൻ്റെ റോസ്റ്റർ ഫോം ആണ്. ഈ സെറ്റ് ബിൽഡർ ഫോമിലെ റോസ്റ്റർ ഫോം ആണ് ഇത്. അല്ലെങ്കിൽ ഈ റോസ്റ്റർ ഫോമിലെ സെറ്റ് ബിൽഡർ ഫോം ആണ് ഇത്. ക്ലിയർ ആണല്ലോ? അത്യാവശ്യം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ കുറച്ചുകൂടെ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? ഓക്കെ ആണോ? ഇനി ഞാൻ ചെറിയൊരു കാര്യം കൂടെ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞുതരാം. നമ്മളൊരു സെറ്റ് എഴുതുമ്പോൾ ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ 1 2 3 എന്ന് പറഞ്ഞൊരു സെറ്റ് എഴുതുന്നതും ഈക്വൽ ആണ്. ഇപ്പം ഞാൻ വേറൊരു രീതിയിൽ എഴുതി കഴിഞ്ഞാലും, സോ 3 1 2 ഇങ്ങനെ രണ്ട് സെറ്റ് എഴുതി കഴിഞ്ഞാലും ഇത് തമ്മിൽ സെയിം ആണ്. കാരണം ഓർഡർ നമുക്ക് വലിയ കാര്യമല്ല. ഓക്കെ, സെറ്റിൽ നമ്മൾ ഓർഡർ അങ്ങനെ നോക്കാറില്ല. ഇത് രണ്ടും എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇത് രണ്ടും ഈക്വൽ സെറ്റാണ്. ഓക്കെ, സോ ഈ കാര്യം മനസ്സിലായല്ലോ? ഇനി നമ്മൾ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഇതിവിടെ ക്യാപിറ്റൽ എ ആണ്. ഇനിയിപ്പോൾ സെറ്റിൻ്റെ അകത്തുള്ള എലമെൻസിനെ നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. സ്മോൾ എ അല്ലേ, സ്മോൾ ബി ഒക്കെ വെച്ചിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെറ്റിൻ്റെ അകത്തുള്ള എലമെൻസിനെ പറയാനാണെങ്കിൽ നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യും. സെറ്റിനെ മൊത്തമായിട്ട് പറയാനായിട്ടാണെങ്കിൽ
നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്യാപിറ്റൽ എ, അപ്പോൾ നമുക്ക് ഇതിനെ ക്യാപിറ്റൽ ബി ആയിട്ട് പറയാം, അങ്ങനെ. ഓക്കെ, സോ ഇത് ഒക്കെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സോ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് ഓരോ ആൻസറും ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പഠിച്ചു പോകാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.